പച്ച നിറം അല്ലെങ്കിൽ പച്ചപ്പ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു അനുഭവമാണല്ലേ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കി നിന്നാൽ നമ്മുടെ വിഷമമൊക്കെ ഒരുപാട് മറക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ എന്തേ നമ്മുടെ ഗാർഡനിലെ കാഴ്ചകളാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. നമ്മുടെ ഒരുപാട് വെറൈറ്റി ഹാങ്ങിങ്ങും അതുപോലെ ഒരുപാട് വെറൈറ്റി ഗാർഡൻ ഏരിയയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ഒരുപാട് സജഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതും അതുപോലൊരു വെറൈറ്റി ഒരു ഗാർഡനിങ് ഐഡിയ ആണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിനേക്ക് മുമ്പായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കണം. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ആ ഒരു ഗാർഡൻ ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം എന്തേലും നമ്മുടെ അടുത്തൊരു വെറൈറ്റി ഗാർഡനിങ് ഐഡിയ ചെയ്യാനായിട്ട് ഉള്ള തയ്യാറെടുപ്പായിട്ടോ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം താഴ്ചയിലൊരു കുഴി എടുക്കുവാണ്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ ഒരിച്ചിരി താഴ്ച കൂട്ടിയാട്ടോ എടുത്തത്. നമ്മുടെ ഇന്നത്തെ ഗാർഡൻ ഐഡിയ ചെയ്യുന്നത് ദേ ഈ മുളക്കമ്പിലാട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്യാവശ്യം താഴ്ചയിൽ കുഴിയെടുത്തത്. ഇത് നമുക്ക് കറക്റ്റ് ഇതായിട്ട് നിൽക്കണമല്ലോ, കുറച്ച് ഉറച്ച് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനൊരു കുഴിയെടുത്തത്. അപ്പോൾ ഈ ഒരു മുള വെച്ചാണ് നമ്മൾ ഇന്നത്തെ വെറൈറ്റി ഗാർഡനിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് പക്ഷേ ഒരു അബദ്ധം പറ്റി. അബദ്ധമല്ല, നമുക്ക് കിട്ടിയ മുളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്ക മുളയായിരുന്നു കേട്ടോ, പച്ച മുളയല്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ മുള ഒന്ന് വളഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഗാർഡനിങ് ഐഡിയ ഒന്നാണെങ്കിലും പക്ഷെ ചെയ്തു വന്നപ്പോൾ മറ്റൊരു അടിപൊളി ഗാർഡനിങ് ആയിട്ട് മാറി കേട്ടോ അത്. അപ്പോൾ ദേ ഈ ഒരു മുളക്കമ്പിൽ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ആ മുള ദേ ഇതുപോലെ നിർത്തി കേട്ടോ. അപ്പോൾ അതിൽ നല്ലതുപോലെ മെറ്റലൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അതൊരു നമ്മുടെ ഒരു ബേസ്മെൻ്റ് ആണല്ലോ ഇത്, അത് നമ്മൾ നല്ലതുപോലെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഈ മുളയൊന്ന് വളയ്ക്കാനായിട്ട് ആ വീട്ടൻ ശ്രമിച്ചു കേട്ടോ, പക്ഷെ നടന്നില്ല. ആ കമ്പ് പകുതി വെച്ച് ഒടിഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞു, നമുക്കൊരു അബദ്ധം പറ്റി. നമുക്ക് കിട്ടിയ മുള ഇങ്ങനത്തതായിരുന്നു, പച്ചമുളയല്ലായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ അതിലേക്ക് ഇതേ നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടല്ലോ, മണി പ്ലാന്റ് നേരത്തെ അമ്മ ഇങ്ങനെ വളർത്തി നമ്മളൊരു കൂടാരം പോലെ ആക്കി വെച്ചിരിക്കുമായിരുന്നു. അത് പടർത്തി വിടാതെ ആ ചട്ടിക്കുള്ളിൽ തന്നെ റൗണ്ട് ചെയ്ത് അങ്ങനെ വച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് പടർത്തി വിടാം എന്നുള്ളൊരിതിൽ അതിൽ നിന്ന് ആ ചട്ടിയിൽ നിന്ന് പതിയെ ആ മണി പ്ലാന്റിനെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ചട്ടിയിൽ നിന്ന് ഫുള്ളായിട്ടല്ല, അതിൻ്റെ പടർത്തി വിടാനായിട്ട് അങ്ങനെ ദേ അതിനെ എടുത്ത് നമ്മൾ ആ മുളയിലേക്ക് ഇങ്ങനെ ചുറ്റി മേളിലോട്ട് ഇങ്ങനെ കയറ്റി വിടുവാണേ. നമ്മുടെ ഗാർഡനിങ് ഐഡിയൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു കിട്ടുമ്പോഴത്തേക്കും അതിലൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ തുടങ്ങും. പക്ഷേ ഓരോന്ന് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഓരോ ഐഡിയ കാണും. നമുക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറി ഓരോ പ്രാവശ്യം നമ്മുടെ ഐഡിയ മാറി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴും നമ്മളിത് മുള ഇങ്ങനെ നിർത്തിയ ടൈമിൽ അബേട്ടനെ പറഞ്ഞ് നമുക്കിതിലേക്ക് എന്തെങ്കിലും ഇങ്ങനെ കയറ്റി വിടാമല്ലോ, ഇങ്ങനെ ഒന്ന് പടർത്തി വിടാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ടട്ടിൽ വൈൻ നോക്കി. അപ്പോൾ അതൊന്നും പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യാന്നുള്ള ഇത് വന്നപ്പോഴത്തേക്കോ മണി പ്ലാന്റിനെ കയറ്റി വിട്ടാലോ, മണി പ്ലാന്റ് ഇങ്ങനെ നമുക്ക് ചട്ടിയിൽ ഇവിടെ ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് ഇതുപോലെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ദേ അതിനെ ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ മുളയിലേക്ക് ചുറ്റി വിടുന്നത് കേട്ടോ. അപ്പോൾ അതും ഒരു വെറൈറ്റി ഐഡിയ ആയി.
അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് ഇതേ അതിലേക്ക് പടർത്തി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മുളയുടെ ഓരോരോ ഇങ്ങനെ ഓരോ തട്ട് പോലെ വരത്തില്ലേ, അവിടെ ഓരോ ഭാഗത്തായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിലുള്ള പല പല പ്ലാന്റ്സ് ആട്ടോ. ഒരേ ഇതല്ല ചെടിയല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ലില്ലി ചെടി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ്, അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തത്. അങ്ങനെ പല കളർഫുൾ ചട്ടിയായപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഒരു ഭംഗിയായി. അപ്പം ആ ഒരു രീതിയിൽ പല കളറിലുള്ള ചട്ടിയിൽ നമ്മളിത് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഹാങ് ചെയ്യാനായിട്ട് റിങ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മുളയെ കിട്ടുവാണെങ്കിൽ അതും മതി കേട്ടോ, നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതുപോലെ ഹാങ് ചെയ്യാനായിട്ട്. അപ്പോൾ ദേ കണ്ടല്ലോ അല്ലേ, നമ്മുടെ ആ ഒരു മുളയിലേക്ക് മണി പ്ലാന്റും കൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റി വിട്ടപ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഭംഗിയായി കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും പച്ചമുളക് കിട്ടുവാണെങ്കിൽ അത് വളച്ചാർച്ച് പോലെ ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ നമ്മുടെ മുള എന്തായാലും വളയുന്നില്ലായിരുന്നു, പകുതി വെച്ച് ഒടിഞ്ഞു പോയി. അപ്പോഴത്തേക്ക് നമ്മൾ അതൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ഒരു ഹാഫ് ആർച്ചാക്കി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ഗാർഡനിങ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ചെടിച്ചട്ടിയിൽ ചെടി നട്ടത് നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കത്തില്ലേ നേഴ്സറിയിൽ നിന്ന്, അതിനേക്കാളും നമ്മൾ കഷ്ടപ്പെട്ട ഒരു വെറൈറ്റി രീതിയിൽ ചെയ്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമായിട്ടോ മനസ്സിൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഗാർഡനിങ് ഐഡിയ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ മുള എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് നോക്കി നോക്കട്ടോ. ഇതിനേക്കാളും അടിപൊളിയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയെന്ന് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ അത് നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ അതൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.